യേശുവിന് ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളിന്ന് കാണാൻ പോകുന്ന ഹീബ്രു പദം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാകും. കാരണം ഈ പദം ചിലർക്കൊക്കെ പേരായിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു പദമാണ്. വൈക്ര എലോഹിം ലഓർ യോം വലഹൊഷക് ഖാര ലൈല എന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്ന പദമാണ് ലൈല. ലൈല എന്ന് പറയുന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ലൈല എന്ന പദത്തിൻ്റെ അർത്ഥമാണ് നൈറ്റ്, രാത്രി. പ്രിയമുള്ളവരെ, യഹൂദരുടെ സമയക്രമീകരണം അനുസരിച്ച് ഒരു ദിവസത്തെ പകലെന്നും രാത്രിയെന്നും തരംതിരിച്ചിട്ടുണ്ട്. ഒരു ദിവസം യഹൂദരുടെ വിശ്വാസം അനുസരിച്ച് ആരംഭിക്കുന്നത് വൈകുന്നേരം 6 മണി മുതലാണ്. 6 മുതൽ രാവിലെ 6 വരെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം രാത്രിയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം പകലാണ്. ഈ പകലിനെ യഹൂദർ 12 മണിക്കൂറുകളായിട്ടാണ് തരംതിരിച്ചേക്കണേ. എന്നാൽ രാത്രിയെ 4 യാമങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇവിടെ രാത്രി എന്ന് പറയുമ്പോൾ എല്ലാ ജോലികളിൽ നിന്നും വിരമിച്ച് നമ്മൾ കിടക്കുവാനായിട്ട് പോകുന്ന സമയമാണ്. രാത്രിയുടെ 1-ാം യാമം എന്ന് പറയുന്നത് 6 മുതൽ 9 വരെയുള്ള സമയമാണ്. അതുപോലെ തന്നെ 9 മുതൽ 12 മണി വരെയുള്ള സമയത്തെ 2-ാം യാമമെന്നും 12 മുതൽ 3 വരെയുള്ള സമയത്തെ 3-ാം യാമമെന്നും 3 മുതൽ 6 വരെയുള്ള സമയത്തെ 4-ാം യാമമെന്നും യഹൂദർ വിളിക്കുന്നു. അപ്പോൾ രാത്രിയുടെ 1-ാമത്തെ യാമത്തിലോ 2-ാമത്തെ യാമത്തിലോ നമ്മൾ ഉറങ്ങുവാനായിട്ട് പോകുന്നവരാണ്. അതാണ് യഹൂദരുടെ വിശ്വാസം. നമ്മെ സംബന്ധിച്ചിടത്തോളം രാത്രി എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ്. നമ്മൾ ഇന്നലെ കണ്ടു, ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കണമെന്ന്. നമ്മളുടെ ഒരു ദിവസത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് വേണം കിടക്കുവാനായിട്ട്. കാരണം ബൈബിളിൽ തന്നെ പറയുന്നില്ലേ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിൻ്റെ കോപം നീണ്ടു പോകാതിരിക്കട്ടെ. ആ ദിവസം നമ്മൾ ആരോടെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പൊക്കെ ചോദിച്ചിട്ട് വേണം നമ്മൾ കിടക്കുവാനായിട്ട്. ഓരോ രാത്രിയും അവസാനിക്കേണ്ടത് പ്രാർത്ഥനയോടുകൂടെയാണ്. കാരണം നാളെ ഒരു ദിനം നമുക്ക് സമാനമായിട്ട് ലഭിക്കുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. ഞാൻ ഇന്നലെ നിങ്ങളോട് 2 ഹീബ്രു പദങ്ങളുടെ അർത്ഥം ചോദിച്ചിരുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഹീബ്രു പദങ്ങളായിരുന്നു. യോം തോവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗുഡ് ഡേ, നല്ല ദിവസം ആശംസിക്കുന്നു എന്നാണ്. ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.